ആത്മമിത്രം ആത്മമിത്രം യേശുയൻ ആത്മമിത്രം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാകട്ടെ. ഞാൻ പാഠങ്ങൾ ഡേറ്റ് പറയാതിരുന്നുകൊണ്ട് ഇച്ചിരി പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ ഡേറ്റ് എന്ന് പറഞ്ഞ് തുടങ്ങാം ബാക്കിയുള്ളതിലേക്ക്. ഇന്ന് 2024 നവംബർ 15 വെള്ളിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ 35ാമത്തെ പാഠത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ ഈ 34 പാഠവും കഴിഞ്ഞു. 34ാമത്തെ പാഠത്തിൻ്റെ ഒടുവിൽ നടത്തുന്നവരുടെ പെരുമാറ്റച്ചട്ടത്തിൻ്റെ 3 ഘട്ടം കഴിഞ്ഞ് 4ാം ഘട്ടത്തിൻ്റെ സൂചന പറഞ്ഞ് അവസാനിപ്പിക്കും. ബാക്കി ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതൊന്നും പറയാനിപ്പോൾ നമുക്ക് സമയമില്ല. അതെല്ലാം കേട്ടവർ ശ്രദ്ധിച്ചോളൂ. 4ാം ഘട്ടത്തിൽ ഞങ്ങൾ ചെയ്യുന്ന പെരുമാറ്റച്ചട്ടത്തിൻ്റെ പ്രത്യേകത 1 Thessalonians 1:5 പറയുന്നത് ശ്രദ്ധിച്ചു നോക്കുക. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും നിങ്ങളുടെ അടുക്കൽ വന്നതിന് എന്ന് പറഞ്ഞാൽ പരിപൂർണ ദൈവശക്തിയോടും പരിശുദ്ധാത്മാവിൻ്റെ കൂടെയാണ്, അതിൻ്റെ ശക്തിയോടു കൂടെയാണ് വന്നത്. നിങ്ങളുടെ നിമിത്തം ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ പെരുമാറിയിരുന്നു എന്ന് അറിയുന്നുവല്ലോ. നിങ്ങളുടെ നിമിത്തം നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ എങ്ങനെ പെരുമാറിയിരുന്നു. ഈ പെരുമാറ്റം അതൊരു പ്രധാന കാര്യം. പെരുമാറ്റത്തിന് ചട്ടമുണ്ട്. അത് നടത്തുന്നവർക്ക് നടത്തപ്പെടുന്നവരെക്കാൾ ഏറെ ശ്രദ്ധേയമായിരിക്കണം. അത് മാതൃകാപരമായിരിക്കും. പെരുമാറ്റച്ചട്ടം അത് വളരെ ശക്തമാണ്. എങ്ങനെ പെരുമാറിയിരിക്കുന്ന അറിയുന്നുവല്ലോ. അവിടെ താഴെ പറയുന്നൊരു കാര്യമുണ്ട്. ആ പെരുമാറ്റത്തിൻ്റെ ഗുണം അവിടെ തന്നെ 1 Thessalonians 1:6 വാക്യത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഞങ്ങൾ എങ്ങനെ പെരുമാറിയിരുന്നു എന്നതിൻ്റെ പെരുമാറ്റത്തിൻ്റെ റിസൾട്ട് അവിടെയുണ്ട്. 6 ബഹുവട്ടം സഹിക്കേണ്ടി വന്നിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുയായികളായി തീർന്നില്ല. അതിൻ്റെ റിസൾട്ട് വർദ്ധിച്ചു. അങ്ങനെ നിങ്ങൾ മക്കാദോനിയയിലും അഖായയിലും വിശ്വസിക്കുന്ന എല്ലാവർക്കും മാതൃകളായത്. പെരുമാറ്റം ചിട്ടത്തിൻ്റെ 1ാമത്തെ കാര്യം മാതൃകയാണ്. കർത്താവ് പഠിപ്പിച്ചിട്ടുള്ള ക്രമീകരണത്തിൽ ഞാൻ നേരത്തെ ഇത് തുടങ്ങിയപ്പോൾ പറഞ്ഞു, കർത്താവിൻ്റെ പൂർണ്ണ മനുഷ്യത്വത്തിൽ താൻ പൂർണ്ണ മനുഷ്യനായി, പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനാണ്. എന്നിട്ട് തന്നെ പൂർണ്ണ മനുഷ്യത്തിൽ പിതാവിനോട് കണ്ടും കേട്ടും മാതൃകയായി പഠിച്ചതും, പിതാവിനോട് കൽപ്പന ലഭിച്ച് അത് പ്രമാണിച്ച് അനുസരണം കാണിച്ചതും, പിതാവിനോട് ഉപദേശം ലഭിച്ച് പ്രമാണിച്ച് പ്രാബല്യത്തിൽ വരുത്തിയതും ഞാൻ അക്ഷരീയമായി തന്നെ പറഞ്ഞു. അത് യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിൽ പൂർണ്ണമായ കാര്യമാണ്. താൻ ദൈവത്തോടുള്ള സമത്വം മൃദു പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കരുത്. ദാസരും എടുത്തുപോകും. ദാസൻ എങ്ങനെയൊക്കെ അനുസരിക്കണം, അല്ലെങ്കിൽ പുത്രൻ എങ്ങനെയൊക്കെ അനുസരിക്കണം, പുത്രത്വത്തിൻ്റെ ദാസ്യത്വത്തിൽ ഉള്ള അനുസരണമാണ് ഞാൻ അവിടെ പറഞ്ഞത്. ആ കാര്യം ഒരു പൂർണ്ണ മനുഷ്യൻ ദൈവത്തെ അനുസരിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. ആ അനുസരണമാണ് യേശുക്രിസ്തുവിൽ തികഞ്ഞത്. അത് ഞാൻ പിന്നെ ആവർത്തിക്കും. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. അപ്പോൾ അനുസരണം എന്ന് പറയുന്നത് അത് കാണിച്ചു തന്ന മാതൃക ചെയ്യുന്നതിനെയാണ്. മോശയ്ക്ക് പർവ്വതത്തിൽ കാണിച്ച മാതൃക പ്രകാരമാണ് ഹോലാവും ബെസ്ലേലും പാത്രങ്ങൾ ഉണ്ടാക്കിയത്. അത് ശരിയാണെന്ന് മോശയ്ക്ക് മാത്രമേ അറിയൂ. മോശ അതിൻ്റെ ദൃശ്യം കണ്ടിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ആത്മാവിനെ ഒന്നിച്ച് മാതൃകയായി പറയുന്ന കാര്യമാണ് ഇവിടെ പെരുമാറ്റച്ചട്ടത്തിലെ മാതൃക. അപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ പെരുമാറിയിരുന്നു എന്നുള്ളതിൻ്റെ ഒരു മാതൃക അവർ ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും ദൈവവചനം സന്തോഷത്തോടെ കൈക്കൊണ്ടു ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. ഞങ്ങൾക്ക് ചിലർ പറയുന്നത് ഞങ്ങളെ നോക്കണ്ട, നിങ്ങൾ വചനം നോക്കിയാൽ മതി എന്ന് പറയുന്ന ഉപദേശിമാരും ഈ കാലത്തും ഉണ്ട്, പണ്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയല്ല, ഞങ്ങളെ നോക്കുക. അപ്പോൾ ഇതിനായ പത്രോസും യോഹന്നാനും കൂടെ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ഒരു ചമ്പാണിയായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പിറവിയിലെ മുടന്തനായി എന്നേക്കാൻ വയ്യാത്ത ആ മനുഷ്യനോട് പറഞ്ഞു ഞങ്ങളെ നോക്കൂ. ആ ഞങ്ങളെ നോക്കൂ എന്ന് പറയുന്നതിനകത്തൊരു മാതൃകയുണ്ട്. ഞങ്ങൾ ആരാണെന്ന് ശ്രദ്ധിച്ച് നോക്കാൻ പറയും. പ്രിയമുള്ളവർ, ഇവിടെയും പറഞ്ഞു ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നില്ല. അതിൻ്റെ ബഹു റിസൾട്ടാണ്. അങ്ങനെ നിങ്ങൾ അഖായിലും മക്കാനിലും എല്ലാവർക്കും അനുകാരികളായി മാതൃകകളായി തീർന്നു. അപ്പോൾ ഈ പെരുമാറ്റച്ചട്ടം വളരെ വിലയേറിയതാണ്. ഞങ്ങളുടെ പെരുമാറ്റച്ചട്ടം, ഈ പെരുമാറ്റ ദൂഷ്യം നിമിത്തം ചിലർ നേരത്തെ പോയിരിക്കും. അതെന്ന് പറഞ്ഞാൽ
എല്ലാവരും അല്ല, ബ്രദറൻ മൂപ്പന്മാർക്ക് സ്ഥലം മാറ്റിയില്ല. എന്നാൽ ദൂഷ്യ നിമിത്തം സഭ മാറുന്നവരും പുതിയ സഭ ഉണ്ടാക്കുന്നവരും വർദ്ധിച്ചു. അങ്ങനെ പല സഭകൾ ഉണ്ടായതും ചില മൂപ്പന്മാരുടെ പെരുമാറ്റ ദൂഷ്യം നിമിത്തമാണ്. അവരുടെ പക്ഷത്തുള്ളവരെ ചേർത്ത് സഭയുണ്ടാകുക. അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനീ പറയുമ്പോഴും നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ചയും അങ്ങനെ ഒരു സ്ഥലത്ത് കേട്ടു, പെരുമാറ്റ ദൂഷ്യ നിമിത്തം ഒരാൾ പോയി വേറെ സ്ഥലത്ത് സഭയുണ്ടാക്കിയ കാര്യം. ആ സ്ഥലമൊന്നും പറയാൻ പാടില്ലല്ലോ, അപ്പോൾ അത് പറയുന്നില്ല. അത് ഞാൻ പറഞ്ഞത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പെരുമാറ്റ ദൂഷ്യത്തിൽ സഭ മാറുന്ന മൂപ്പന്മാരും സുവിശേഷന്മാരും ഉണ്ട്, അത് വാസ്തവമത്രേ. എന്നാൽ സഭയിൽ പെരുമാറ്റ മൂല്യത്താൽ പെരുമാറ്റ ദൂഷ്യത്താൽ വന്നയാളെ അടുത്ത സഭ സ്വീകരിച്ച് മൂപ്പനാക്കുന്ന പരിപാടി നമ്മുടെ ഇടയിലുണ്ട്. കാരണം ആൾ വേണമല്ലോ. ഈ വന്ന ആൾക്ക് പൈസയും സൗകര്യമൊക്കെ ഉള്ള ആളാണ്, പൊതു താല്പര്യമുള്ള ആളാണെങ്കിൽ ആളെ മൂപ്പനാക്കും. അങ്ങനെയൊക്കെ നമ്മൾ വളരെ തകർന്നിരിക്കുകയാണ്. ഇതൊക്കെ തുറന്നു പറയുന്നത് ക്ഷമിക്കണം. ഇത് ചിലപ്പോൾ മറ്റുള്ളവരും കേട്ടേക്കാം. എങ്കിലും നമ്മുടെ സഭകളുടെ ഇപ്പോഴത്തെ ക്ഷീണിച്ച അവസ്ഥയും സഭകൾ ശുഷ്കിച്ച അവസ്ഥയും കണ്ട വേദന കൊണ്ടാണ് പറയുന്നത്. ഉള്ള കാര്യം തുറന്നു പറയുന്നതാണ്. പരിഭവം അരുതേ, കാര്യങ്ങൾ ക്രമീകരിക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ കാര്യം. അപ്പോൾ ഇങ്ങനത്തെ സുവിശേഷന്മാരുണ്ട്. അതും ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. പെരുമാറ്റ ദൂഷ്യത്താൽ ഒരു സഭയിൽ നിന്ന് മാറ്റി നിർത്തിയാൽ ഉടനെ അടുത്ത സഭയിൽ പോയി സുവിശേഷനാകുന്നു. ചിലപ്പോൾ കുറച്ചുകൂടി നന്നായി പ്രസംഗിക്കുക അവിടെ. കാരണം ഈ സഭയിൽ നിന്ന് ആൾ മാനസാന്തരപ്പെട്ട് തങ്ങളുടെ ജീവിതം ക്രമപ്പെടുത്തി സാക്ഷ്യം കാണിക്കുകയല്ല, അടുത്ത സഭയിലേക്ക് പോയി അവിടെ സുവിശേഷകനോ മൂപ്പനാകുന്ന അങ്ങനെ ഇതൊക്കെ വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ ഇത് വളരെ ശ്രദ്ധേയന്മാർ. എങ്ങനെയാണ് തെസ്സലോനിക്കയിലെ അവരുടെ പെരുമാറ്റത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളത്? അത് 1 തെസ്സലോനിക്കർ 2:9-10 വായിച്ച് കേൾക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ വായിച്ച് കേൾക്കേണ്ടതാണ്. അവിടെ പറയുന്നത്, ഞങ്ങളുടെ അധ്വാനവും പ്രയാസവും നിങ്ങൾ ഓർക്കുന്നുല്ലോ. നിങ്ങളിൽ ആർക്കും ഭാരമാകരുത് എന്ന് വെച്ച് ഞങ്ങൾ രാവും പകലും വേല ചെയ്തുകൊണ്ട് നിങ്ങളോട് ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. വിശ്വസിക്കുന്ന നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ എത്ര പവിത്രമായി നീതിയായി അനന്യമായി നടന്നു എന്നതിന് നിങ്ങളും ദൈവവും സാക്ഷി. ഈ കാര്യം അല്ല, നിങ്ങളുടെ ഇടയിൽ എത്ര പവിത്രമായി നീതിയായി അനന്യമായി നടന്നു എന്നതിന് നിങ്ങളും ദൈവവും സാക്ഷി. ഇപ്പോൾ ചിലർ പറയുന്നറിയാം, ഇതൊക്കെ ഞങ്ങൾ ദൈവത്തോട് കണക്ക് ബോധിപ്പിച്ചോളൂ, നിങ്ങളെ ഒന്നും ഞാൻ ദൈവത്തിൻ്റെ ദാസനാണ്, ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന ആളാണ്, ഞാൻ ദൈവത്തോടാണ് കണക്ക് പറയുന്നത്, നിങ്ങളോടല്ല എന്ന് പറയുന്ന ആളുകൾ ധാരാളം പേരുണ്ട്. നേരിട്ട് കേട്ടിട്ടുണ്ട്. ഞാൻ പറയുന്നു അങ്ങനെയല്ല. എൻ്റെ സ്ഥലം സഭയിലെ വിശ്വാസികൾക്ക് ബോധ്യമാകാത്തൊരു കാര്യം എനിക്ക് ദൈവത്തെ ബോധ്യപ്പെടുത്താൻ സാധ്യമല്ല. എൻ്റെ ജീവിതത്തിലെ നടപ്പിൽ എൻ്റെ സഹോദരന്മാർ എന്നെക്കുറിച്ചൊരു സംശയം പറഞ്ഞാൽ ആ തെളിവാക്കേണ്ട ചുമതല എനിക്കുണ്ട്. സഹോദരന്മാരെ, തെറ്റുപറ്റിയെങ്കിൽ എനിക്ക് തെറ്റുപറ്റിയെന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പറയാറുണ്ട്. ഞാൻ ഇതൊക്കെ ഇങ്ങനെ തുറന്നു പറയുന്നത് ജീവിതത്തോട് ചേർത്താണ്. ഒരു മാസം അല്ലെങ്കിൽ ഒരു 5 ആഴ്ച മുമ്പ് ഞാൻ ഒരു പഴയ കാര്യം, കുറച്ച് പൂർവ്വാലുള്ള ഞാൻ പേര തുടങ്ങിയ കാലത്തുണ്ടായ ഒരു സംഭവം പറഞ്ഞപ്പോൾ അതിലുണ്ടായിരുന്നൊരു സഹോദരൻ ഇപ്പോൾ തനിക്കത് ചില പ്രയാസമായി തോന്നി. അങ്ങനെ ആ കാര്യത്തിൽ തനിക്കൊരു പ്രയാസം തോന്നി. താൻ വന്ന് ഒരാഴ്ച കർത്തൃമേശ ചോദിച്ചു പറഞ്ഞു, എനിക്കത് അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു പ്രയാസം തോന്നി. ഞാനതിനെ തന്നോട് സഭയിൽ വെച്ച് പരസ്യമായി ക്ഷമ പറഞ്ഞു. ഈ സംഭവം നടന്നു വർഷങ്ങൾക്ക് മുമ്പാണ്. എന്നാൽ ഒരു പക്ഷേ ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് പ്രയാസമാണെങ്കിൽ ഇപ്പോഴത്തെ സ്ഥിതിക്ക് അദ്ദേഹത്തോട് ക്ഷമ പറഞ്ഞേ എനിക്ക് നിരന്നു പോകാൻ കഴിയുള്ളൂ. പണ്ട് കാര്യങ്ങൾ അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് സഭാതലത്തിലും തന്നോടും ക്ഷമ പറഞ്ഞു. എന്തിനാ അങ്ങനെ ക്ഷമ പറഞ്ഞത്? ഞാൻ അദ്ദേഹത്തിന് വിഷമമുണ്ടായ കാര്യം ഞാൻ പറയാതിരുന്ന ഒരു സംഭവം ഓർക്കില്ല, പക്ഷെ മറ്റു കാര്യം. എന്നാൽ അദ്ദേഹത്തിനത് പ്രയാസമായതുകൊണ്ട് ക്ഷമ പറഞ്ഞു. ഇത് എൻ്റെ നടപ്പിനെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് ഞാൻ ക്ഷമ പറഞ്ഞ് ആ സഹോദരനത് നിരപ്പ് പ്രാപിച്ചു, കാര്യങ്ങൾ ക്രമപ്പെടുത്തി. ഞാനെന്തിനെങ്ങനെ തുറന്നു പറയുന്നത്? എനിക്ക് ക്ഷമ പറയാൻ മനസ്സില്ലെങ്കിലും കാര്യം, പക്ഷേ അതൊരു ഇടർച്ച മുന്നോട്ട് കൊണ്ടുപോകാനിടയിൽ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ സിംപ്ലിസിറ്റി, അതിൻ്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് മറ്റൊരു സമയത്ത് വെളിവാകുന്നതുമാണ്. അപ്പോൾ അതവിടെ വിട്ടു. ഞാനങ്ങനെ പറഞ്ഞത് ജീവിതാനുഭവത്തോട് ചേർത്ത് പറഞ്ഞു. അപ്പോൾ എനിക്ക് മാത്രം അല്ലെങ്കിൽ നടത്തുന്നവർക്ക് മാത്രം ബോധ്യപ്പെട്ടാൽ പോരാ, നമ്മൾ പവിത്രമാണെന്നും നമ്മൾ നീതിയാണെന്നും നമ്മൾ അനന്യമായി പെരുമാറുന്നത് നടത്തപ്പെടുന്നവർക്ക് ബോധ്യം വരണം. ആ നടത്തപ്പെടുന്നവർക്ക് ബോധ്യം വരുമ്പോഴാണ് ദൈവവും അതിന് സാക്ഷ്യം നിൽക്കുന്നത്, ദൈവം സാക്ഷി നൽകുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ നടത്തുന്ന എൻ്റെ ജനത്തിന് ബോധ്യം എന്നെക്കുറിച്ച് ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം അതിന് സാക്ഷി നിൽക്കില്ലെന്നുള്ളതാണ്.
അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഈ പെരുമാറ്റച്ചട്ടത്തിൽ ഊന്നി പറഞ്ഞ കാര്യമാണ്. അപ്പോൾ വളരെ അധ്വാനിച്ചിട്ടും വളരെ അധ്വാനിക്കുകയും എന്നാൽ ആ അധ്വാനം ജനത്തിന് ബോധ്യം വരാതിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ വേലയിൽ വന്നേക്കാം, ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഞാനത് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവും. ഞാൻ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ ചുമന്ന മണ്ണ് സഭയിൽ നിന്നല്ല, വേലയ്ക്ക് പോയ കാലം മുതൽ വേലയ്ക്ക് തെറിഞ്ഞ് ഒരുപാട് കഷ്ടങ്ങൾ. ഞാനന്ന് ആയിരുന്ന, തുറന്നൊക്കെ പറയാം, പിച്ച് സഭ എന്നെ ഒത്തിരി കരുതിയില്ല. അവർക്ക് അറിവില്ല, അങ്ങനെ ഒരാളെ കരുതണമെന്നൊന്നും അറിയില്ല. ഞാനൊരു മൂപ്പനായിരുന്ന ആളാണ്. ചിലർ പറഞ്ഞു ഇയാൾ ഉപജീവനത്തിന് വേണ്ടി സുവിശേഷ വേലയ്ക്ക് പോയതാണെന്ന് എൻ്റെ ഒരു കൂട്ടു സ്നേഹിതനും പറഞ്ഞിട്ടുണ്ട്. പിന്നീട് പുള്ളി അത് തിരുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ കാലത്ത് ഞാൻ ഒരുപാട് കഷ്ടം സഹിച്ചു. വേലക്കാരനായി സുവിശേഷം, എനിക്ക് വാഴക്കൃഷി ഉണ്ടായിരുന്നു, മറ്റേ അല്പം തൊഴിൽ മേഖല മറ്റേതൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം വിട്ട് ഞാൻ സകല കാര്യം വിട്ടു. ഒരു ദിവസവും മറ്റൊരു കാര്യം ചെയ്യാതെ ഞാൻ വേലയിൽ ഏർപ്പെട്ടാണ് അന്ന് സഭകൾ ഉളവായത്. ഞാൻ ആഹാരം കഴിക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ധാരാളം ദിവസങ്ങളുണ്ട്, വന്നിട്ടും കഴിക്കാത്ത ദിവസമുണ്ട്. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ അന്ന് സ്കൂളിലെ ആഹാരം കൊണ്ടാണ് അവരുടെ മുഖമൊക്കെ മിനുങ്ങിയിരുന്നത്. സത്യത്തിൽ ഇത് ഇങ്ങനെ പറയുന്നത് എൻ്റെ ജീവിതത്തിലെ അനുഭവം കൂടെ ചേർത്ത് പറഞ്ഞ. അങ്ങനെ ഇരുന്നപ്പോഴും ഞാൻ ചെന്ന് പ്രവർത്തിക്കുന്ന മേഖലയിലുള്ള ആളുകളോടുള്ള ബന്ധത്തിൽ ഞാൻ പെരുമാറേണ്ട ചട്ടത്തെക്കുറിച്ച് ദൈവാത്മാവ് എന്നെ ബോധ്യപ്പെടുത്തിയത്. ഞാൻ 50 വർഷമായി ചുമന്ന മണ്ണിൻ്റെ ഉറവമ്പാടം പ്രദേശത്ത് 1974 മുതൽ സഞ്ചരിക്കുന്ന, 75 അവിടെ സൺഡേ സ്കൂൾ ആരംഭിച്ചതുമാണ്. ഇന്നും ഞാൻ ആ പ്രദേശത്ത് സഞ്ചരിക്കുന്നു. എന്നോട് ദൈവാത്മാവ് പറഞ്ഞ, എൻ്റെ അപ്പൻ ഞാൻ വിലയ്ക്ക് പറഞ്ഞപ്പോൾ പറഞ്ഞ പ്രധാനമായൊരു കാര്യമുണ്ട്. സൂക്ഷ്മമായ പെരുമാറ്റച്ചട്ടം എന്നോട് പറഞ്ഞത് മാതൃകയാണ്. ഒരു വീട്ടിൽ ചെന്നാൽ ആ വീട്ടിൽ സ്ത്രീകൾ മാത്രം ഉണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് സംസാരിക്കരുത്. അവരുടെ മുറ്റത്ത് നിന്ന് സംസാരിച്ച് മടങ്ങിപ്പോരണം. ആ വീട്ടിൽ പ്രായമുള്ള അമ്മയോ കുഞ്ഞുങ്ങളോ ഉണ്ടെങ്കിൽ അവർ ഇരിക്കാൻ പറഞ്ഞെങ്കിൽ മാത്രം ഇരിക്കണം, അല്ലെങ്കിൽ പുരുഷന്മാരുണ്ടായിരിക്കണം എന്ന് ഇങ്ങനെ പറഞ്ഞ് ഞാനതൊക്കെ അന്ന് മുതൽ പാലിച്ച് ഇന്ന് വരെ ഈ 50 വർഷമായി, 74 ഞാൻ അവിടെ വീടുകൾ സന്ദർശിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാനിത് പറഞ്ഞത് പെരുമാറ്റച്ചട്ടം വളരെ മൂല്യമുള്ള. 1986 ഞാൻ ചുമന്ന മണ്ണിലെ ഈ സഭയുടെ പ്രവർത്തനവുമായിട്ട് ആ ഭാഗത്ത് പോകുന്നത്. അന്ന് ധാരാളം വീടുകളിൽ ഞാൻ കയറി ഇറങ്ങി. അന്ന് വീടുകളിൽ പോകുമ്പോൾ ചില സഹോദരിമാർ പീച്ചിയിൽ നിന്ന് തന്നെ അന്ന് സഹായിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ തൃശ്ശൂർ ഭാഗത്തോ അല്ലെങ്കിൽ വെളിയിൽ നിന്ന് പലരൊക്കെ വന്ന് എന്നെ സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മറന്നു പോകാൻ കഴിയാതെ ആ കാലത്ത് ധാരാളമായ വേലയിൽ സഹായിച്ച ചില സഹോദരന്മാർ എടുത്തു പറയേണ്ടവരുണ്ട്. അവരെന്നോടുകൂടെ ഒന്ന് താമസിക്കുകയും ആ പ്രദേശങ്ങളിൽ വേലയിൽ യാതൊരു വണ്ടിക്കൂലി പോലും വാങ്ങാതെ, പ്രത്യേകിച്ച് ജോയിപ്പാമ്പടി സഹോദരൻ, തോട്ടപ്പള്ളി കുഞ്ഞുവൻ സഹോദരൻ, ചാണ്ടപ്പള്ളി പലിപ്പ് സഹോദരൻ, ഇവരൊക്കെ ആ ആദ്യഘട്ട വേലയിൽ വന്ന് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും മറന്നു പോകാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അത് അടിസ്ഥാനപരമായി എനിക്കും വലിയ സഹായവും ആശ്വാസവുമായിരുന്നു. അവരിൽ കൂടെ രക്ഷിക്കപ്പെട്ടവരും ഇപ്പോൾ ഞങ്ങളുടെ സ്ഥലത്തുണ്ട്. അത് നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. ഞാനീ പറഞ്ഞ പെരുമാറ്റച്ചട്ടം, ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടുത്തെ സാഹചര്യം മനസ്സിലാക്കി, അവിടെ സുവിശേഷം പറഞ്ഞ വീടാണ്, സ്വാധീനമുണ്ടെങ്കിലും അവിടെ സഹോദരി മാത്രം ഉള്ളെങ്കിൽ അവിടെ ഞാൻ മുറ്റത്തുനിന്ന് സംസാരിച്ചിട്ട് ഞാൻ മടങ്ങി വരും. അല്ലെങ്കിൽ കൂട്ടുസഹോദരന്മാരായിട്ട് അല്ലെങ്കിൽ സഹോദരിമാരുടെ ഭാര്യയായിട്ടോ അവിടെ പോവുകയുള്ളൂ. അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ദൈവം എന്നെ അതിന് സഹായിച്ചു, ആത്മാവ് സഹായിച്ചു. പെരുമാറ്റച്ചട്ടം പ്രായോഗിക തലത്തിൽ, അതുപോലെ സഭയുണ്ടായപ്പോഴും ഈ പെരുമാറ്റച്ചട്ടം വളരെ സൂക്ഷിക്കണമായിരുന്നു. ഞാൻ പറഞ്ഞു, ഇപ്പോൾ എനിക്ക് 75 കഴിഞ്ഞ് ഈ മെയ് 6 ആയാൽ 76 വയസ്സിലേക്ക് ഞാൻ കിടക്കും. ഞാൻ 86 അവിടെ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കണക്കൂട്ടി എൻ്റെ പ്രായം നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ എങ്ങനെയായിരിക്കണമെന്ന് എന്നെ ദൈവാത്മാവ് വളരെ ബുദ്ധിപ്പെടുത്തി. അതുകൊണ്ട് ഞാൻ വളരെ ഭയത്തോടെ മാത്രമാണ് അന്നും ഇന്നും. ഈ പാപത്തിന് പ്രായമില്ല, പ്രായഭേദമന്യേ പ്രായം എല്ലാവരെയും ഭരിക്കുന്നതാണ്. ഞാനിത് പറഞ്ഞത് പെരുമാറ്റച്ചട്ടം ഏറ്റവും വലിയ പ്രധാന കാര്യമാണ്. പെരുമാറ്റച്ചട്ടം അതിനകത്താണ് അപ്പോസ്തലൻ ഈ വാക്കുപയോഗിച്ച്, ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ പവിത്രമായി, നീതിയായി, അനന്യമായി നടന്നു എന്നതിന് നിങ്ങളും ദൈവവും സാക്ഷി. ഈ പെരുമാറ്റച്ചട്ടം നമ്മുടെ സഭകളിൽ വളരെ ആവശ്യമാണ്. നടത്തുന്നവർക്ക് മാത്രമല്ല, നടത്തുന്നവർ അങ്ങനെ പെരുമാറിയാലാണ് നടത്തപ്പെടുന്നവരും അങ്ങനെ പെരുമാറുകയുള്ളൂ. നടത്തുന്നവർ ഇങ്ങനെ പെരുമാറിയാലാണ് ജനത്തെ ക്രമീകരിക്കാനും ശാസിക്കാനും ഗുണീകരിക്കാനും സാധിക്കും.
അതുകൊണ്ട് ഇത് വളരെ വളരെ വിലപ്പെട്ട കാര്യമാണ്. 2 കൊരിന്ത്യർ 1:12 നോക്കുക. ഞങ്ങൾ എങ്ങനെയാണ് പെരുമാറിയത്? വിശേഷാൽ ഞങ്ങൾ ലോകത്തിൽ, വിശേഷാൽ നിങ്ങളോട് ജഡത്തിലല്ല. ഞാൻ ആ ഭാഗം ഒന്നെടുത്ത് വായിച്ചിട്ട് പാഠത്തിലേക്ക് വരാം. 2 കൊരിന്ത്യർ 1:12 അവിടെ പറയുന്നത്, ഞങ്ങൾ ലോകത്തിൽ, വിശേഷാൽ നിങ്ങളോട് ജഡത്തിൽ അല്ല, ദൈവകൃപയിലത്രേ ദൈവം നൽകുന്ന വിശുദ്ധിയിലും നിർമ്മലതയിലും പെരുമാറിയിരിക്കുന്നു എന്ന് ഞങ്ങളുടെ മനസ്സാക്ഷിയുടെ സാക്ഷ്യം തന്നെ ഞങ്ങളുടെ പ്രശംസ. നിങ്ങൾ വായിക്കുന്നതും ഗ്രഹിക്കുന്നതും അല്ലാതെ മറ്റൊന്നും ഞങ്ങൾ നിങ്ങൾക്ക് എഴുതുന്നില്ല. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാളിൽ നിങ്ങൾ ഞങ്ങൾക്ക് എന്ന പോലെ ഞങ്ങൾ നിങ്ങൾക്കും പ്രശംസയാകുന്നുവെന്ന് നിങ്ങൾ ഞങ്ങളെ ഏറെക്കുറെ ഗ്രഹിച്ചതുപോലെ അവസാനത്തോളം ഗ്രഹിക്കുമെന്ന് ഞാൻ ആശിക്കുന്നു. ഞങ്ങളുടെ ജീവിതം ഒരു എഴുത്താണ്, അത് നിങ്ങൾ വായിക്കുന്നു. അതാണ് നിങ്ങളാണ് ഞങ്ങളുടെ പ്രശംസ, ഞങ്ങളും നിങ്ങളുടെ പ്രശംസയാണ്. ഈ പറയുന്ന പെരുമാറ്റച്ചട്ടത്തിൻ്റെ പ്രത്യേകത ഇതാണ്. പൗലോസ് അത്ര നല്ല ആളല്ല എന്നൊക്കെ പറയുന്ന ആളുകളും ആ കാലത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് താൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ സാക്ഷ്യത്തോടെ പറയുന്നതാണ്. ഞാൻ സഭ നടത്തുന്നവരോ ആയ ദാസന്മാരോടും അതുപോലെ സുവിശേഷകന്മാരോടും ഒക്കെ എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് ഞാൻ ഇക്കാര്യം പങ്കിടട്ടെ. ഒത്തിരി കുറവുള്ള ബലഹീനനായ മനുഷ്യനാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ സഭകളുടെ ക്ഷീണത്തിന് വലിയൊരു കാരണം ഈ പെരുമാറ്റ ദൂഷ്യമാണ്. പെരുമാറ്റച്ചട്ടം പാലിക്കപ്പെടുക എന്ന് മാത്രമാണ് അതിന് പരിഹാരം. മാനസാന്തരമാണ് ആവശ്യം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.